അപ്പോൾ ഇന്ന് ഞങ്ങൾ ക്യാമൽ റൈസ് വഴി ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കാണാൻ ഒരു യാത്ര പോവാണ്. വല്ലാത്തൊരു അനുഭവമാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മളെ കൂടെ ആരൊക്കെ ഉള്ളത് നോക്കിയാൽ നിങ്ങൾ, റഫീഖ് ഉണ്ട്, നൗഷാദ് ഉണ്ട്, മിസ്റ്റർ മുബാറക്ക് വരുന്നുണ്ട്, ഷാബുൽ. അപ്പോൾ ഞങ്ങൾ പിന്നെ ക്യാമൽ റൈസ് വഴി വത്തുബയിലേക്ക് ഒരു യാത്ര. എല്ലാം മുബാറക്കെ അടിച്ചു പൊളിക്കാണ്. ഞങ്ങള് ക്യാമൽ റൈസ് വഴി അൽ വത്തുബയിലേക്ക് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കാണാൻ ഒരു യാത്ര. 2004 അബുദാബി എമിറേറ്റ്സിൽ അൽ വത്ബ എന്ന് പറയുന്ന സ്ഥലത്ത് ഷെയ്ഖ് സായിദിൻ്റെ നാമധേയത്തിലുള്ള ഈ ഒരു ആർട്സ് ഫെസ്റ്റിവൽ സ്ഥാപിതമാകുന്നത്. ഈ ഹെറിറ്റേജ് ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് ഒരു അത്ഭുത ലോകം തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. കയറി ചെല്ലുമ്പോഴേ നമ്മളെ വെൽക്കമിങ് ചെയ്യുന്ന ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു എൻട്രൻസ് ആണ്, ഒരു കവാടം. ഫെസ്റ്റിവലിൻ്റെ സിറ്റിയിലേക്ക് ഞങ്ങൾ ഏകദേശം എത്തിച്ചേരുമ്പോഴേക്കിന് 7:30-8 മണിയോട് സമയം എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ വളരെ കൃത്യതയാർന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും ഈ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. ഷെയ്ഖ് സായിദിൻ്റെ മകനും ഇപ്പോഴത്തെ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഇപ്പം നടന്നു പോകുന്നത്. അബുദാബി മ്യൂസിക് ആൻഡ് ആർട്ട് ഫൗണ്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പ്രോഗ്രാം എവറി ഇയറിൽ നടന്നിട്ട് പോരുന്നത്. ഇവിടുത്തെ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലോ ടവറാണ്. ഈ അബുദാബിയുടെ വത്ബ റീജിയനിലെ ഏത് ഭാഗത്ത് നിന്നാലും രാത്രിയിൽ ഈ ഒരു ടവർ നമുക്ക് കാണാൻ പറ്റും. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണവും. ഫെസ്റ്റിവൽ സിറ്റിയുടെ അകത്തേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെയും പല പവലിയനുകൾ നമുക്ക് കാണാൻ പറ്റും. അതാത് രാജ്യങ്ങളുടെ പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന ഒരുപാട് കലാവിരുന്നുകളും കാഴ്ചകളും നമുക്കവിടെ സമ്മാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് UAE എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ നമുക്ക് ശരിക്കും ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. അതിഥികളെ സൽക്കരിക്കുന്നതിലും അവരെ ട്രീറ്റ് ചെയ്യുന്നതിലൊക്കെ ഇവർ ഒരുപാട് മുൻപന്തിയിലാണ്. അതൊക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഓരോ രാജ്യത്തിൻ്റെയും പവലിയനുകളിൽ വിശാലമായ കാഴ്ച സൗകര്യങ്ങളും ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വില്ലേജിലെ പോലെ തന്നെ മനോഹരമായ ഒരു പവലിയൻ ഇന്ത്യക്കുമുണ്ട്. സാധാരണ വീക്കെൻഡുകളിൽ ഇവിടെ സന്ദർശിക്കുകയാണെങ്കിൽ ഈ പവലിയനിലേക്കൊന്നും നമുക്ക് കയറാൻ തന്നെ കഴിയാത്ത അത്രയും തിരക്കായിരിക്കും. ഞങ്ങൾ പോയത് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഇല്ലതാനും. എന്തായാലും ഓരോ രാജ്യങ്ങളുടെയും പവലിയൻ വളരെ സാവകാശം കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. കൂട്ടുകാരൊക്കെ എന്നേക്കാൾ എത്രയോ മുമ്പ് അവരുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്ക് വേണ്ട ഏരിയകൾ ഒരുപാട് ചൈനയുടെയും തായ്ലൻഡിൻ്റെയും ഒക്കെ പവലിയൻ്റെ അടുത്ത് ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കാർ റേസിംഗ് ഏരിയകൾ, പ്ലേ ഗ്രൗണ്ടുകൾ, അതുപോലെയുള്ള മനോഹരമായ ഒരുപാട് എൻ്റർടൈനിങ് ഏരിയകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് ചൈന റോഡ് എന്ന് പറയുന്ന പവലിയൻ. വളരെ മനോഹരമായ ലൈറ്റുകൾ കൊണ്ടും ഫുഡ് സ്റ്റാളുകൾ കൊണ്ടും ഒക്കെ ഒരുക്കിയിട്ടുള്ള മനോഹരമായ ഒരു പവലിയനാണ് ചൈനയുടേത്. എല്ലായ്പ്പോഴും അവിടെ കൾച്ചറൽ ഇവൻറ്റുകൾ നടക്കുന്നുണ്ട് എന്നതാണ് ചൈന പവലിയൻ്റെ ഒരു പ്രത്യേകത. എപ്പോഴും ഓരോ രാജ്യങ്ങളുടെയും പവലിയനുകളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ആർട്സും മ്യൂസിക്സും കൾച്ചറലുകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും.
വീണ്ടും മുന്നോട്ട് നടന്നപ്പോഴാണ് UAEയുടെ യഥാർത്ഥ സംസ്കാരവും പൈതൃകവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകൾ എനിക്ക് അവിടെ കണ്ടത്. സമ്മതത്തോടു കൂടെയാണ് വീഡിയോസ് എടുത്തത്, കാരണം ലേഡീസ് ഒരുപാട് ഇരിക്കുന്നത് കൊണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു പഴയ കാലത്ത് UAE എന്ന് പറയുന്ന രാജ്യം. കൂടുതലും മത്സ്യബന്ധനങ്ങളിലും അതുപോലെ ഫാമിങ്ങുകളിലുമൊക്കെയാണ് അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു അവരുടെ വരുമാന മാർഗവും അവരുടെ ജീവിത മാർഗവും എല്ലാം പണ്ട് കാലങ്ങളിൽ. യുനെസ്കോയുടെ തന്നെ അംഗീകാരം കിട്ടിയ, ഒരുപാട് അവാർഡുകൾ നേടിയ ഈ ഒരു ഫെസ്റ്റിവൽ UAEയിൽ താമസക്കാരായ ആളുകൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഓരോ വർഷവും കടന്നു പോകുന്നത്. ഡിസംബർ മാസം തുടങ്ങി മാർച്ച് മാസം അവസാനിക്കുന്ന ഈ ഒരു ഫെസ്റ്റിവലിന് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് തുച്ഛമായ ഒരു ഫീസ് മാത്രമാണ് അവർ ഈടാക്കുന്നത്. പെർ പേഴ്സൺ 10 ദിർഹം മാത്രം. കുട്ടികൾക്ക് 5 ദിർഹവും പ്രായമായവർക്ക് പൈസയൊന്നും ഇല്ലാതെയും ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിയുന്നതാണ്. കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഫുഡ് അടിക്കണം പുറത്ത് പോയിട്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മാഷാ അല്ലാഹ്, നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്.